നമസ്കാരം. പുതാണുള്ള മിഷനിലേക്ക് സ്വാഗതം. തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലികളിൽ കുളമ്പ് രോഗം വ്യാപകമായതിനെ തുടർന്ന് പരിശോധനകൾക്കായി കേന്ദ്ര സംഘം എത്തി. 11 കന്നുകാലികൾക്ക് രോഗം ബാധിച്ചതായിട്ടാണ് ഔദ്യോഗിക റിപ്പോർട്ട്. എന്നാൽ രോഗം ബാധിച്ചവ 150 എണ്ണമെങ്കിലും ഉണ്ടെന്നാണ് ആദ്യഘട്ടത്തിലെ കണ്ടെത്തൽ. താലൂക്ക് ചീഫ് കോർഡിനേറ്റർ ഡോക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. തിരുമാറാടി പഞ്ചായത്തിന് ചുറ്റുമുള്ള മറ്റു പ്രദേശങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ് ഇന്നു മുതൽ ആരംഭിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പശുക്കളിൽ കുളമ്പ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതായി ക്ഷീര കർഷകർ പറഞ്ഞു. എന്നാൽ 2 കർഷകർ മാത്രമാണ് മൃഗാശുപത്രിയിൽ വന്ന് റിപ്പോർട്ട് ചെയ്തത്. മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ 11 എണ്ണത്തിന് രോഗബാധയുള്ളതായി കണ്ടെത്തിയിരുന്നു. കടുത്ത പനി, തീറ്റ എടുക്കാതിരിക്കൽ, വായിൽ നിന്ന് നുരയും പതയും പുറത്തേക്ക് ഒഴുകൽ എന്നിവയാണ് പ്രധാന ലക്ഷണം. തിരുമാറാടി വെറ്റിനറി ഡോക്ടർ ഷിബു തങ്കച്ചൻ, അസിസ്റ്റന്റ് ഓഫീസർ PKGB, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ബിനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തന കുത്തിവയ്പ്പുകൾ എടുക്കുന്നത്. തിരുമാറാടി പഞ്ചായത്തിൽ കുളമ്പ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ ജില്ലാ ഓഫീസിൽ അറിയിക്കുകയും ജില്ലാ ഓഫീസിൽ നിന്ന് എപ്പിഡമോളജിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇവിടം സന്ദർശിക്കുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം ഡൽഹിയിൽ നിന്നുള്ള കേന്ദ്ര സംഘം ഇവിടെ സന്ദർശനം നടത്തുകയും കുളമ്പ് രോഗബാധ ഉണ്ടായ വീടുകളിൽ സന്ദർശനം നടത്തുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ റിംഗ് വാക്സിനേഷൻ, അതായത് രോഗബാധയുണ്ടായ സ്ഥലങ്ങളിൽ ചുറ്റും 1 കിലോമീറ്റർ ചുറ്റളവിൽ പുറത്ത് 5 കിലോമീറ്ററിന് ഉള്ളിലായിട്ട് വാക്സിനേഷൻ ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 150ഓളം കന്നുകാലികളെ ഓൾറെഡി വാക്സിനേഷൻ കഴിഞ്ഞു. ഇപ്പോഴും വാക്സിനേഷൻ നടക്കുന്നുണ്ട്. കർഷകർ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. നിലവിൽ 7 വീടുകളിലാണ് ഈ അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. 14 പശുക്കളിലാണ് രോഗബാധ ഇപ്പോൾ ഉള്ളത്. എന്നാൽ അത് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ആദ്യം രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശുക്കളിലെല്ലാം തന്നെ അസുഖം കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് കർഷകർ പരിഭ്രാന്തരാകേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ ഇല്ല. കർഷകർക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം, കുളമ്പ് രോഗത്തിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ, അതായത് പനിയോ തീറ്റമെടുപ്പോ വായിൽ നിന്ന് ഉമിനീര് ഒലിക്കുകയോ കൈയും കാലിനും വേദന എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ മൃഗാശുപത്രിയിൽ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവിധ മെഡിസിൻസും ഇവിടെ അവൈലബിൾ ആണ്. കർഷകർക്കുള്ള എല്ലാ നിർദ്ദേശവും ഇവിടുന്ന് നൽകുന്നതാണ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.